ഹലോ, ഇന്നൊരു നാടൻ പോർക്ക് ഉലർത്തിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1 കിലോ പോർക്ക്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെരുംജീരകം 2 ടീസ്പൂൺ, പിന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു കറുകപ്പട്ട, 2 മീഡിയം ടൈപ്പ് ഓണിയൻ, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അധികം അടുത്ത് വേണം. അപ്പോൾ ആദ്യം തന്നെ പോർക്ക്, അത്യാവശ്യം നെയ്യോട് കൂടിയ പോർക്ക് ആണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, 2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണുള്ളത്. അതിലൊരു ടീസ്പൂണോളം നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ ചേർക്കുന്നു. ഇത്രയാണ് ഇപ്പോൾ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും ഒരു മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂണോളം ഉണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ് അത്ര ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. നന്നായിട്ട് തിരുമണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാം. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ഇറച്ചിയിലെ എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ പോർക്കിറച്ചി വാങ്ങിക്കുമ്പോൾ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള പോർക്കിറച്ചി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഈ ഇറച്ചിക്ക് 3 വിസിലാണ് അടുപ്പിച്ചത്. ഇവിടുത്തെ ഇറച്ചിക്ക് ആ 3 വിസിലുകൊണ്ട് നന്നായിട്ട് വേകും. നാട്ടിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇറച്ചി വാങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടെ അധികം നേരം 4-5 വിസിൽ അതിൻ്റെ പാകം അനുസരിച്ച് വിസിലടുപ്പിക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ കടുക് ഒരു ടീസ്പൂണുണ്ടാവും. ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊരു മൂത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് വറുത്ത് രീതിയിലാവണ്ട കേട്ടോ തേങ്ങാക്കൊത്ത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവോള നമ്മൾ 2 സവോളയാണ് എടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തേത് നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴിട്ടു. ഇത് രണ്ടാമത്തെ സവോള ഒരു മീഡിയം ടൈപ്പ് സവോള ഒരെണ്ണം അതരിഞ്ഞാണ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ജിഞ്ചർ ഗാർലിക് ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ സവോളയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത്
ഇനി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ബാക്കിയിരിക്കുന്ന പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകപ്പൊടി ഇടാൻ മറന്നു പോകരുത് കേട്ടോ. പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പോർക്ക് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചൊന്നുമല്ല കേട്ടോ വേവിക്കുന്നത്. പോർക്കിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോർക്ക് ഇപ്പോൾ നമ്മൾ പൊടി ഈ പൊടികളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ നല്ല തുറന്ന് വെച്ച് നല്ല തീ കൂട്ടിയിട്ട് വേവിക്കാം. ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. കറിവേപ്പില ഇടുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. മല്ലിയില ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഈ രീതിയിൽ വയ്ക്കുമ്പോൾ നല്ലത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഇപ്പോൾ പൊടിച്ച് ചേർത്ത് നമ്മൾ ആദ്യം കാണിച്ച 3 ഗ്രാമ്പു, കറുകപ്പട്ട, 1 ഇഞ്ച് നീളത്തിലുള്ള കറുകപ്പട്ട, പിന്നെ ഏലക്ക, 3 ഏലക്ക, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ കല്ലിലിട്ടൊന്ന് ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചത്. കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ എരിവ് അധികം കഴിക്കത്തില്ല. പിന്നെ കുറച്ച് അവസാനമാകുമ്പോൾ കുറച്ച് നാരങ്ങ നീര്, ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കുറച്ചുകൂടി അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഈ സമയത്ത് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി അവസാനമാകുമ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായിട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാകം തൊട്ടേ നമുക്ക് നമ്മുടെ ആവശ്യം നമുക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇച്ചിരി ഗ്രേവി റോസ്റ്റ് ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഫ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് നേരം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.